നൗണിന് മുൻപോ ശേഷമോ ആ പർട്ടിക്കുലർ നൗണിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫോർമേഷൻ ആഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നൗണിനെ തന്നെ റീനെയിം ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് അതിനെ പറയുന്ന പേരാണ് അപ്പോസിറ്റീവ് എന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. The patient, a 55-year-old man, presented with chest pain. ഇവിടെ a 55-year-old man എന്നതാണ് അപ്പോസിറ്റീവ്. The patient എന്ന നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ തരുന്നതുകൊണ്ട്. Let's see another example. The patient, John Smith, underwent the surgery. Here, John Smith is the appositive that provides additional information about the noun, the patient. ഇങ്ങനെ OET റൈറ്റിംഗിൽ പേഷ്യൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചോ പറയുമ്പോൾ അപ്പോസിറ്റീവ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അറ്റ് ലാസ്റ്റ്, റിമെമ്പർ ടു പങ്ക്ച്വേറ്റ് ദം കറക്റ്റ്ലി വിത്ത് കോമാസ് to separate them from the rest of the sentence. I hope this is useful for you. Do follow Tiju's Academy for more informative tips. ഉറപ്പാണ് വിജയം.